ഒരു സൗണ്ടൊക്കെ ഉള്ളത് ഗൈസ്. ഒരു ഗെയിമിൽ തന്നുകൊണ്ട് ഇത് നല്ല സൗണ്ടുള്ളതാണ്. ഞാൻ ഇത്തിരി സൗണ്ട് നീക്കി കളയുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളിന്ന് റോബ്ലോക്സ് വീണ്ടും കളിക്കാൻ പോവാണ്. റോബ്ലോക്സിന് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് നമ്മൾ രണ്ട് ഡീമന്മാരുടെ കയ്യിൽ നമ്മൾ എസ്കേപ്പ് ആയല്ലോ. കുറച്ച് സ്റ്റക്ക് ഉണ്ട് ഗൈസ് ഗെയിം. കുഴപ്പമില്ലല്ലോ, ഞങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ രണ്ടാൾക്കാരുടെ എസ്കേപ്പായി. പാപ്പ പിസ എന്ന് പറഞ്ഞ ഒരാളും, പാപ്പ പിസ അറിയാലോ ഗൈസ്, ആൾ പിസ വിറ്റ് മനുഷ്യരുടെ പിസയായിരുന്നു വിൽക്കണ്ടായിരുന്നത്. പിന്നെ ഒരു ജയിലിൽ നിന്ന് ഈ പ്രാവശ്യം നമ്മൾ അതൊക്കെ ചെയ്തപ്പോൾ നമുക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നതാണ്. ഇതാണ് ഗുരു ഈവിൾ ഹോസ്പിറ്റൽ. പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല പണി കിട്ടുമെന്ന്. പേര് കേട്ട പോലെ തന്നെ എനിക്ക് നല്ല മുട്ടൻ പണി കിട്ടി. ഞാൻ ഈ ഹോസ്പിറ്റലിൽ ശരിക്കും ഈ ബ്ലേഡ് കൊണ്ടൊക്കെയാണ് നമ്മുടെ സർജറി ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടർ പുറത്ത് പോയി കാണും. ഡോക്ടർ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു. ഇതിങ്ങനെ പോവാ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുകയാണ് എസ്കേപ്പ് ഫ്രം ദ ഹോസ്പിറ്റലാണ്. ഓക്കെ നമുക്ക് സ്പീഡിൽ തീർക്കണോ അതോ പതിയെ നോക്കണോ ഗൈസ്? ഓക്കെ, അവരെ കളി കണ്ടു വെക്കാം. മനസ്സിലായി. അപ്പോൾ ഇത് ലേസറാണ് ഗൈസ്. ലേസറിൽ നമ്മൾ തട്ടാൻ പാടില്ല. കളറ് ഇവിടെ അവിടെ കളറില്ലായിരുന്നു, ഇവിടെ മാത്രം കളറ്. എടാ കൊക്കക്കോള എനിക്ക് വേണം. കൊക്കക്കോള പെപ്സി. പക്ഷെ ആരെങ്കിലും ആശുപത്രിയിൽ കൊക്കക്കോളയും പെപ്സിയും കൊടുക്കുക ഗൈസ്. നൈസ്. ഇനി നിങ്ങൾ കണ്ടോ? അയ്യോ, എന്നാ പിടിച്ചോ. ഇവിടെ എന്തോ കളറ്. ഞാൻ ഇവൻ്റ് അടക്കണം ഈ ഗെയിമിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇവൻ്റ് അടക്കണേ? ഇവനല്ല, മറ്റവൻ. ഇവനേതാണ്? ഡാൻജോർ. ഇവിടെ എന്തോ ജെയിൻ സ്കെൽറ്റൻ അങ്ങോട്ട് ഉണ്ടോന്നൊക്കെ. നൈസ്, നല്ലോണം വരായിരുന്നു. അപ്പോൾ ഇവിടെ എന്തോ സ്കെൽറ്റനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അത് ചാടി തരുന്നുണ്ടോ. ഇനി പതിയെ പോവാം. ഈ അടുത്ത ചെക്ക് പോയിന്റ് എടുത്തു. ഇവിടെ എന്തോ സ്കെൽറ്റനൊക്കെ. ഇതാണോ സ്കെൽറ്റൻ? ഓക്കെ, നമ്മൾ സ്കെൽറ്റൻ ദേടെ സ്കെൽറ്റൻ. ഇവിടെ വല്ല തട്ടിക്കുട്ടി പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടോ. അവിടെ സ്കെൽറ്റൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ സ്കെൽറ്റനൊക്കെ ഉണ്ടാവട്ടെ. പിന്നെ ആശുപത്രിയിൽ പിന്നെ സ്കെൽറ്റനെ മെത്തേക്ക് ചാടാൻ പറ്റുമോ ഗൈസ്? നമ്മൾ ഡെഡ് ആവണേ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ മനഃപൂർവ്വം ഡെഡ് ആയതൊന്നുമല്ല ഗൈസ്. എവിടെ എത്തിയില്ല ഗൈസ്, അത് എത്തിയില്ല. ഈ പ്രശ്നം എന്തായാലും നോക്കും. ഈ അറ്റത്ത് ചടിക്കോ. അടുത്ത പ്രശ്നം നോക്കാം. പെട്ടെന്ന് ഒറ്റച്ചാട്ടം. അവിടെ അങ്ങനെ എത്തില്ല ഗൈസ്, മനസ്സിലായി. അതങ്ങനെ എത്തില്ല. അതിന് എനിക്ക് മനസ്സിലായിട്ടാ, നമ്മൾ അങ്ങനെ എത്തില്ല. ഇത് കണ്ട ഒരു വലിയ സ്കെൽറ്റനാണ്. ഇത് ഏത് ആശുപത്രിയാണ് ഗൈസ്? നമ്മൾ എവിടെ പോയാലും ഇങ്ങനെ ഓരോ ഡെവിൾ ആൾക്കാരുണ്ടാവും. ഇതിൽ ഡോക്ടറാണ് ഡെവിൾ എന്നാണ്, അതോ സർജറി മാനാ എനിക്കറിയില്ല. എന്തായാലും വില്ലനുണ്ട് ഈ സ്റ്റോറിയല്ല ഗെയിമിൻ്റെ അകത്ത്. സോ നമുക്കെന്തായാലും അടുത്ത ടാസ്ക് ചെയ്തിട്ടുണ്ട്. ചടറാ അപ്പുറത്തെ സൈഡെത്തി. ഏറത്തെ സ്ഥലം വാട്ട് ഈസ് എ പിങ്ക് സർഫസ്? എനിക്ക് തോന്നുന്നു മനസ്സിലായി. ഈ പിങ്ക് എന്തോ ആസിഡാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ആ പിങ്കിൽ ചവിട്ടാൻ പാടില്ല. നമുക്ക് അടിക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് തോന്നി. എൻ്റെ പൊന്നൊക്കെ നമ്മൾ സഫർ അടിച്ചു. ഇവിടെ എന്താണ് താഴെ ഇറങ്ങോ? ഇത് മറ്റേ ബോണല്ലേ? നമ്മുടെ കാലിലുണ്ട് ഇതിൻ്റെ പകുതിയും ആയിട്ട് ഇങ്ങനെ പോവും. ഇവിടെ ഞാനൊരു ടെക്നിക്ക് ചെയ്യാൻ വിചാരിച്ചിരുന്നു, നടന്നില്ല.
കാരണം അവിടെ കാല് പകുതി ഇവിടെ മുങ്ങണ മുങ്ങണത്. ഇതെന്തോ പൗണ്ടാന്നാണ് തോന്നുന്നത്. അടിയിൽ ലാവയാണ്, ലാവ. അടുത്ത നമ്മൾ വീണ്ടും മുകളിൽ കയറി. താന്നാ പിന്നെ ഒരു മുകളിലുണ്ടല്ലോ അടുത്ത ചെക്ക് പോയിന്റ്. The yellow pot will make you fun rasta. ഇത് മറ്റേ ബാരി ബ്രസൽ ഉണ്ടായ സംഭവം അല്ലേ? സോഫട്ടപ്പ് എന്തൊരു ചെയ്യണ്ടേ? യെല്ലോ മേക്ക് യു ടു റൺ ഫാസ്റ്റ്. അത് മനസ്സിലായി. ഇവിടെ ഒന്ന് നിൽക്കണോ? നിൽക്കാൻ പറ്റൂലേ? പിന്നെ ഇങ്ങനെ പഠിക്കണേ. ഓടി വന്ന് ചടറ. അതെന്താ അവിടെ ചെയ്യണ്ട? അപ്പോ നമ്മളപ്പുറത്തെത്തി. ഇനിയും പോണല്ലോടെ ഇഷ്ടം പോലെ. ഇനി എങ്ങനെ നമ്മൾ പെടാണെങ്കിൽ നമ്മൾ അവിടെ തൊട്ട് വീണ്ടും ആയം തൊട്ട് കളിക്കേണ്ടി വരും. പെടാൻ പാടില്ലടാ, പെടാൻ പാടില്ല. ജസ്റ്റ് മിസ്. അതെന്താണ് കേസ്? ആ ചീറ്റിംഗ് ആണ്, കേസ്. ആ ചീറ്റിംഗ് ആണ്. ടേക്ക് ദ എലിവേറ്റർ ബാക്ക് ടു സർഫേസ്. കയറി എലിവേറ്റർ പോവാത്ത. നമ്മൾ ഇങ്ങോട്ടാണല്ലോ പോകേണ്ടത്. ഇവിടെ എന്താണ് ചെയ്യണ്ടേ? തുറക്കണം. ദീട് തുറക്കണം. എന്ന് ഡെഡ് എൻഡ് വയ്ക്കാന്നാണ് പറയണത്. എന്നാൽ കണ്ട ഒരാൾ സർജറി ചെയ്യണം. കണ്ട നമ്മൾ ഈ ബ്ലേഡിലോണ്ട് ചാവും കേസ്. അപ്പോൾ അവിടെ കണ്ടിട്ടാണെങ്കിൽ നമ്മൾ വീണ്ടും ഇതിനകത്ത് തന്നെ ചടണ. എല്ലാവരും ഇവിടെയാണെന്തോ കളി. ഇങ്ങോട്ടൊന്നുമില്ല. ശരിക്കും ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും നിലത്തേക്ക് ചാടണ. ഇത് തുറന്നു. ഓടാ, നമ്മളോട് എവിടെ ഒളിക്കാൻ പറയുന്നുണ്ട്. നൈസ്. ഇവിടെ തൊട്ട് വീണ്ടും കളിക്കാനാ ഗൈസ്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മുകളിലേക്ക് എങ്ങനെ കാണുന്നു? ഇത് വേറെ വഴി കാണാനില്ല. നമ്മൾ ഇയാളുടെ മൗത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു ഗൈസ്. ടെക്നിക്കായിക്കോട്ടെ. എൻ്റെ നൈസ്. പതുക്കെ എങ്ങടെ ചാടാ. എത്തി. പക്ഷെ എന്നാലും ആട്ടം ഞാൻ പോയി സമ്മതിച്ചു ഗൈസ്. ഏതൊരു മനുഷ്യനും മൗത്താണ്. നമ്മൾ വെറുതെ ഇങ്ങനെ ചാടി പോയാൽ മതി. അടുത്ത സ്ഥലത്തെത്തി. ഇവിടേക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മളിവിടെ നിൽക്കാൻ പാടില്ലേ? സോ നിങ്ങൾ നോക്കിക്കോ. ഇപ്പം നോക്കണ്ട, അടുത്തേലും നോക്കിക്കോ. നാവിങ്ങനെ ഡിസ്കോ ഡാൻസ് കളിക്കണ. പണി കിട്ടി. പട്ടി ഈ പ്രാവശ്യം നിങ്ങൾ നോക്കിക്കോ. ഈ പ്രാവശ്യം നമ്മൾ പുഷ്പം പോലെ ഗെയിം ജയിക്കും.
നോക്കടാ, കണ്ണ് തുറന്ന് നോക്കടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അല്ല, ചെക്ക് പോയിന്റ് എടുക്കണം ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ അവിടം തൊട്ട് വീണ്ടും ഇതിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് പോയിന്റ് എടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ അവിടം തൊട്ട് കളിക്കണ്ടെന്ന് തന്നെ. ചടാ 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 ചടാ, ഇങ്ങോട്ട് ചാടാ, ഇങ്ങോട്ട് ചാടാൻ, ഇങ്ങോട്ട് ചാടിക്കോ. എൻ്റെ പൊന്നു ഗൈസ്, ഇപ്പന്മാരുടെ ട്രിക്ക് ഉണ്ടല്ലോ ഗൈസ്. ഒന്നാമത് നമ്മൾ ഇതിൻ്റെ വായരുള്ളിലാണ്. ഇനി എന്താണ് ഗൈസ് ഇപ്പന്മാർക്ക്? പിന്നെ ഞാനിങ്ങനെ തോക്കണ ഒറ്റൊരു കാരണമുള്ളൂ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണമില്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ പൊന്നെ. അല്ല, ഞാൻ പറഞ്ഞൊന്നും ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യണമല്ലോ, നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണമെന്നില്ല. വെറുതെ വീഡിയോ കാണരുത് ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. ലൈക്ക്, സബ്സ്ക്രൈബ്, പിന്നെ കമൻറ്റ്. എടാ ഇതെന്താ ഗൈസ്, ഗ്ലാസ് ബ്രിഡ്ജാ? ഞാൻ ഈ വഴി ഇല്ല. അപ്പം ഞാൻ ആ കുട്ടിക്കൊരു മാതൃകയായി. ഇനി ഇവിടെയാണോ? നമുക്ക് പിക്ക് എ പാത്ത്. ഇനി സെൻറ്ററിലേക്ക് പോടായി. എന്ത് കളിയാണ് ഇനി? ഇത് അല്ല, മറ്ററ്റത്തെയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഈ വഴി. ഇപ്പം ഈ ട്രിക്ക് മനസ്സിലായിട്ടില്ലേ? ഇനി എന്തായാലും മിഡിൽ വരാനാണ് ചാൻസ്. ഓടാ, എൻ്റെ പൊന്നെ, ഇത് എന്ത് ഗെയിമാണ്? അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയടായി, പക്ഷെ അതുമല്ല ഗൈസ്. ഇപ്പോൾ സെൻറ്റർ ചതങ്ങനെ ശരിയാവും. ഇതിവിടെ തന്നെ. വെയിറ്റ്, ആളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്, അത്രയേ ഉള്ളൂ. ഇയാളുടെ വായ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? തിരിച്ചു പോകാനും പറ്റൂല. ഞാൻ ഇത് ഭയങ്കര എളുപ്പമാണല്ലോ. എളുപ്പമല്ലായിരുന്നു ഗൈസ്. നൈസ്. ഇവിടെ നമ്മൾ എന്തോ റിപ്പ് കേജാണ്, അത് മനസ്സിലായി. ഇവിടെ ചാടിക്കോ. എന്നിട്ട് ഇതിങ്ങോട്ട് ചാടാൻ പറ്റും? ഇല്ലടാ, നമ്മൾ അങ്ങനെ തന്നെ പോണല്ലേ. എൻ്റെ പൊന്നെ, ഇപ്പം മനസ്സിലായി, കളി മനസ്സിലായല്ലോ. ഇപ്പം കളി മനസ്സിലായി. എന്ത് ഗെയിമാണ്! ഞാൻ ഇത്രയും പാടുപെട്ടുള്ള കേട്ടോ പിസ്സ ഒന്ന് രക്ഷപ്പെടാൻ. പിസ്സയുടെ ഗെയിമിൽ എന്തെന്നറിയില്ല ഗൈസ്, എൻ്റെ വോയിസ് റെക്കോർഡായില്ല എന്നാണ് എനിക്ക് തോന്നണ ഗൈസ്. പക്ഷേ എൻ്റെ വോയിസ് കാണാനില്ല. പക്ഷെ എൻ്റെ പൊന്നെ ഗൈസ്, ഇതെന്ത് പാടാണ്! എൻ്റെ പൊന്നെ ഗൈസ്, ഇതൊന്നും ഞാൻ ജയിച്ചിട്ട് നിങ്ങളുടെ ഒപ്പം എടുത്ത്. നൈസ്. നമുക്ക് ഇങ്ങനെ പോയാൽ മതിയില്ലേ? ഇതെന്താണ് ഇതെനിക്ക് തോന്നണത്? ഇതിവിടെ നമ്മളിങ്ങനെ എൻ്റെ പൊന്നെ, ഇത് കുറച്ച് പാട് ലെവലാണ്. ഇത് കുറച്ച് ഞാൻ കുറച്ച് പാടുപെടും. അവിടെ വെറുതെ ഇങ്ങനെ കാണിച്ചിട്ടും കാര്യമില്ല. പക്ഷെ എനിക്ക് ഞാനെന്ത് പൊണ്ണാണ്, എനിക്ക് ഈ വഴി ഇതിങ്ങനെ ഇവിടെ ജസ്റ്റ് ഒറ്റ ചാട്ടം കംപ്ലീറ്റ് ചെയ്തറാ. നീ ഇത് തുറക്കില്ലേ? ഞാൻ നോക്കിയതാണ് കേസ്. ഇത് രണ്ടും ഇതെന്തോടെ ഇങ്ങനെ വെച്ചൊരു സ്പോട്ട്? ഇവിടെ നിന്നാണ് ഇങ്ങനെ കയറി പോണ. അയ്യോ, ഇത് ഭയങ്കര എളുപ്പമുള്ള. ഇതെന്താണ് ഗൈസ്, റിപ്പ് കേജാണോ ഗൈസ്? അയാളെന്തോ ബലൂൺ വരണ പോലൊക്കെ. അല്ല, അത് അവൻ്റെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകാന്നാണ്. അയ്യോ, എൻ്റെ പൊന്നെ, നമ്മളെന്ത് കേറാ പോസുടി.
എൻ്റെ പൊന്നെ ഇതെന്താണ്? നമുക്ക് എൻഡിങ് വരെ കയറാൻ കഴിച്ചു. പേടിക്കണ്ട, നിങ്ങളാരും പേടിക്കണ്ട. അടുത്ത ചെക്ക് പോയിന്റ് എവിടെയാണ് ഗൈസ്? ഇനി ഇതെന്തോരം ദൂരാണ് നമ്മൾ കയറുന്നത്? ഇങ്ങോട്ട് ചാടണ്ട, ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് ചാടണം. ചാടണ്ട ഇത് റിസ്ക്. എൻ്റെ പൊന്നെ നമ്മൾ റിസ്ക് എടുക്കും ഗൈസ്. റിസ്ക് എടുത്ത പണി പാളി ഗൈസ്. റിസ്ക് എടുത്തത് പണി. എനിക്കൊരു ഡൗട്ടുണ്ട്. അത് പൊളിച്ചുട്ടാ, അത് പൊളിച്ചു. എനിക്ക് എന്താണ് ഒറ്റച്ചാട്ടം? ഇതെന്താണ് ഗൈസ്? ഫ്ലൈ അല്ല ഗൈസ്. ഞാൻ എന്താണ് ഈ അടുത്തിട്ട് റോബ്ലോക്സ് മാത്രം കളിക്കണേന്ന് കുറച്ച് ആൾക്കാരെ ചോദിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു മറുപടി ഇത്രേ ഉള്ളൂ. നമ്മൾ ക്ലോസറ്റിൻ്റെ അകത്ത് വീണു ഗൈസ്. എന്താ ഒരു സൗണ്ട്? ക്ലോസറ്റിൻ്റെ അകത്ത് വേറെ റൂമാ. എന്ത് ഗെയിമാണ് ഗൈസ് ഇത്? ഇങ്ങനെ ചാടി വല്ല കുഴപ്പമുണ്ടോ? ഒറ്റ കുഴപ്പമില്ല. പിന്നെന്തിനാണ് ഇവരിങ്ങനെ പേടിപ്പിക്കണം മനുഷ്യന്മാരെ? ഇത് ക്ലോസറ്റിൻ്റെ അടിയാണ് ഗൈസ്, ക്ലോസറ്റിൻ്റെ അടി. വീഴല്ലേ? നൈസ്. ഇവിടെ അവിടെ അല്ല, ഇങ്ങടെ ഇങ്ങടല്ലേ? ഇങ്ങടല്ലേ? പിന്നെ നിങ്ങളാരെയും ലൈക്ക് ചെയ്യാത്ത വീഡിയോ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കണ്ടെങ്കിൽ നമ്മൾ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ് ആണ്. എത്രയായിട്ടുള്ളൂ, നിങ്ങളാരും പേടിക്കണ്ട. വേഗം തന്നെ 100 എത്തുന്നതാണ് എൻ്റെ ഒരു നിഗമനം. 100 എത്തിയിട്ടുവാണെങ്കിൽ കുറേ ഹൊറർ ഗെയിംസ് കളിക്കാം. ലൈവൊക്കെ ഇടണമെങ്കിൽ ഒരു 1K എങ്കിലും വേണ്ട ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇടാത്തത്. എൻ്റെ പിന്നെ ഇനി പോകാൻ പറ്റില്ല. ഈയാടെ നമ്മൾ പെട്ടു ഗൈസ്. അല്ല, ഗെയിം തീർന്നു. ഞാൻ ഇവിടേക്ക് പോകണം. ഞാൻ പറഞ്ഞില്ലേ ഇതെന്താണ്? ഇവിടെ എന്താണ് ചെയ്യണ്ടേ? എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ലേ. അതോ ഗെയിം തീർന്നാ? യു വൺ ബട്ട് യു കാൻ ഫൈൻഡ് സീക്രട്ട് ബാൻഡേജ്. ഫൈൻഡ് ദ സീക്രട്ട് ബാൻഡേജ് എന്നാ? നമുക്കിവിടെ നീ സാധനമൊക്കെ കിട്ടൂട്ടാ. ഗൈസ്, എനിക്കപ്പുറം കാണണം. നമ്മൾ ഗെയിം ജയിച്ചു എന്നല്ലേ ഇവന്മാർ പറഞ്ഞത്? യെസ് ഗൈസ്, എനിക്ക് ഞാൻ സ്പീഡ് ബൂസ്റ്റും എന്താണ് ഐസ് പാത്ത്, പിന്നെ എന്താണ് ഐസ്, പിന്നെ ഐസ് പാത്ത് കഴിഞ്ഞാൽ ലൈറ്റിങ്. ഇത് ഇങ്ങനത്തെ സാധനമല്ല, ഇത് വേണ്ട. സ്പീഡ് പാഡ്. എടാ എന്താണിത്? ഞാനൊരു സ്പീഡ് പാഡല്ല തൊട്ട്, ഇനി ജമ്പ് പാടും. ചാടറ. നമ്മളങ്ങനെ ഫൈലിൽ നമ്മുടെ ഗെയിം കൂടെ തീർത്തിട്ടുണ്ട്. ഡേട്ട് yes.
യെസ് ഗൈസ്, നമ്മുടെ ഗെയിം എന്തായാലും ഇവിടെ തീർന്നില്ല ഗൈസ്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് എന്താണ് ഈ ഗെയിം കളിക്കണത്. അപ്പോൾ നമ്മളിവിടെ നിർത്താണ്. അപ്പോൾ എന്തായാലും ഇവിടെ മലയുടെ മുകളിൽ കൂടെ നമ്മളിങ്ങനെ പോകണ്ട. ഓക്കെ, എന്തായാലും നമ്മുടെ ഗെയിം നമ്മളിവിടെ നിർത്താണ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഗെയിം ഒന്നും ഇങ്ങനെ കളിക്കാൻ പറ്റില്ല. അപ്പോൾ ബൈ ഗൈസ്.